لبيك اللهم لبيك لبيك لا شريك لك لبيك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ഈ സദസ്സിൽ മഹത്തായ ലക്ഷ്യം വച്ചുകൊണ്ട് വന്നെത്തിയ ഹാജിമാരാണ് നാം ഓരോരുത്തരും. ഈ ഹജ്ജ് പഠന ക്ലാസ്സിലൂടെ സാന്ദർഭികവും പ്രായോഗികവുമായ നിലയിൽ, ഞാൻ ആവർത്തിക്കുന്നു, സാന്ദർഭികവും പ്രായോഗികവുമായ നിലയിലുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹാജിമാർ അത് താല്പര്യപൂർവ്വം തന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. എനിക്ക് വയസ്സായി, 65 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടില്ല, എത്ര ക്ലാസ് കേട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിവെക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭാരവുമില്ലാതെ വളരെ നിഷ്പ്രയാസം, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹജ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ആന പോലെ കരുതൊന്നും വേണ്ട, അന്ന് കരുതാതിരിക്കുകയും വേണ്ട, അതിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, വളരെ ലളിതമായ നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വിഷയം മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഉസ്താദ് പറഞ്ഞതുപോലെ LKG UKG പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്, ആ നിലയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ ഓരോ അമലുകളും നമുക്ക് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ക്ലാസ് എന്നത് സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തുന്നത്, ആലിമീങ്ങളെയല്ല. ആലിമീങ്ങളായ ആളുകളായിരുന്നുവെങ്കിൽ അവർക്ക് വെറും 2 മണിക്കൂർ മതി. വളരെ 2 മണിക്കൂർ കൊണ്ട് ചുരുങ്ങിയ നിലയിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എടുക്കാം. പക്ഷേ ഈ ക്ലാസ് എന്ന് സാധാരണക്കാരായ ആളുകൾ, ഇതുമായി കൂടുതൽ ബന്ധമില്ലാത്ത ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ക്ലാസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബിൽ അൽ ഈളാഹ് ഫി മനാസിക്കിൽ ഹജ്ജ് എന്ന് പറയുന്ന ആ കിതാബിൽ ഹജ്ജിൻ്റെ ഏകദേശം പൂർണ്ണമായ രൂപം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കിതാബിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ എൻ്റെ സ്വന്തം വകയല്ല എന്നർത്ഥം, ആ കിതാബിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകപ്രശസ്തരായ മുഴുവൻ ആലിമീങ്ങളും അംഗീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന ആ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഈളാഹു ഫി മനാസിക്കിൽ ഹജ്ജ് എന്ന ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും എൻ്റെ വിഷയാവതരണവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് എൻ്റെ ക്ലാസ് ഹജ്ജ് എന്താണ്, ഹജ്ജിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയായിരിക്കും ഇന്നത്തെ ക്ലാസ്. നാളെ മുതൽ തുടർ നടപടികളായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ നാം വ്യക്തമായ നിലയിൽ നിങ്ങളെ വിഷയാവതരിപ്പിച്ച് വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി തിരിച്ച് മിന, അറഫ, മുസ്ദലിഫ, റൗള, മദീന എല്ലാം ചുറ്റിക്കറക്കി തിരിച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷമാണ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ 9ാമത്തെ ദിവസം ഇൻഷാ അല്ലാഹ്. അതുവരെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നമുക്ക് കേൾക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിമാരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എപ്പോൾ? ആ നറുക്കെടുപ്പിൽ നിങ്ങൾ പെട്ടതോടുകൂടെ അല്ലെങ്കിൽ പെടാനിരിക്കുന്നതോടുകൂടെ ഈ വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. എന്താണ് ആ സർട്ടിഫിക്കറ്റ് എന്നറിയുമോ? ളുയൂഫുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന ആ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഓരോരുത്തരും, ഹജ്ജുമ്മമാരെ നിങ്ങളും ഹാജിമാരെ നിങ്ങളും ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ളുയൂഫാണ്, വിരുന്നുകാരനാണ്, അതിഥികളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹറം, ഈ അതിഥിയായ നിലയിൽ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധമായ ഹറമിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, വിശുദ്ധമായ ഹറമിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഹജ്ജിൻ്റെ ആത്മാവും അതിൻ്റെ ചൈതന്യവും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെല്ലേണ്ടത്. ഹജ്ജിൻ്റെ ആത്മാവ് എന്താണ് അതിൻ്റെ ചൈതന്യം, അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ഓരോരുത്തരും ആ പുണ്യ ഹറമിലേക്ക് ചെല്ലേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്, ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഭക്ഷണം ആവശ്യമാണ്.
ആ ഭക്ഷണം ആവശ്യമായതുപോലെ നമ്മുടെ ആത്മാവിനും ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിനാവശ്യമായ ഭക്ഷണം എവിടെ നിന്നും എന്തായിരിക്കണം? നമുക്കറിയാം, നാം ഭക്ഷിക്കുന്ന, നാം ഭുജിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. അരി തിന്നുന്നവരുണ്ട്, ഗോതമ്പ് തിന്നുന്നവരുണ്ട്, വ്യത്യസ്തങ്ങളായ പലതും കഴിക്കുന്നവരുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ വസ്തുക്കളെല്ലാം, ആ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ചില സമാനുകളിലാണ്, ചില സന്ദർഭങ്ങളിലാണ്. എല്ലാ ഭക്ഷ്യവസ്തുക്കളും എല്ലാ സമയത്തും ഉണ്ടാവുകയില്ല. അതുപോലെ ചില ഇടങ്ങളിലാണ്, ചില സ്ഥലങ്ങളിലെ ചിലതുണ്ടാകൂ, ചില ഇടങ്ങളിലെ ഇതുണ്ടാകൂ. അതോടൊപ്പം ചില പ്രദേശങ്ങളിലാണ് ഉണ്ടാവുകയുള്ളൂ. ഏതുപോലെ നമ്മുടെ കേരളത്തിൽ വ്യാപകമായി കാണുന്ന കേരക്കൃഷി, അത് തെങ്ങ് കൃഷി, കേരളത്തിൻ്റെ കൂടുതൽ നമുക്ക് കാണാമെങ്കിലും എല്ലാ സ്ഥലത്തും അതുണ്ടാവില്ല. വെള്ളത്തിൽ കൊണ്ടുപോയി നട്ടതുണ്ടാവില്ലല്ലോ, ഇല്ല. അതുപോലെ ഗോതമ്പ് കൃഷി നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിലുണ്ടോ? ഇല്ല. അത് കൃഷി ചെയ്യുന്ന മറ്റൊരു ഇടമുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട് കൃഷിയൊക്കെ ഉണ്ടാകുന്നതിന് പറ്റി ഞാറ്റുവേല എന്നൊക്കെ പറയാറുണ്ട്. ഏതുമാകട്ടെ, അതിനുപോലെ ചില ഇടങ്ങൾ, ചില സന്ദർഭങ്ങൾ, ചില സമയങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾക്ക് അല്ലാഹു തആല സംവിധാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ആത്മാവിനാവശ്യമായ വസ്തുക്കൾക്ക്, ആത്മാവിന് വളം ചെയ്യുന്ന അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇടങ്ങളും ചില സ്ഥലങ്ങളും ചില സമയങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചതായി നമുക്ക് കാണാം. എവിടെ? ഖുർആൻ അത് പറയുന്നു. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ, മൻ കാന യുരീദു ഹർസൽ ആഖിറതി, ആഖിറത്തിൻ്റെ വിളവെടുപ്പ് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നസിദ് ലഹു ഫി ഹർസിഹി, അവൻ്റെ ആ വിളവെടുപ്പിൽ ഞാൻ സമൃദ്ധപരമായ സമൃദ്ധിയുള്ള വിളവെടുപ്പ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ. മറിച്ച് വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ഭൗതികമായ ജീവിതത്തിൻ്റെ വിളവെടുപ്പാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ നുഅതിഹി മിൻഹാ, അതവനിക്ക് കൊടുക്കും. എവിടെ? ദുനിയാവിൽ വെച്ച് കൊടുക്കും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, നാളെ ആഖിറത്തിൽ അവനൊന്നും കിട്ടാനില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ആഖിറത്തിലേക്ക് ആവശ്യമായ വിളവെടുപ്പ്, അതിൻ്റെ കൃഷി, അത് ചെയ്യുന്നതിനുള്ള ചില സമയങ്ങളുണ്ട് എന്നർത്ഥം. ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് കൃഷി ചെയ്യണം. നമ്മുടെ ഹജ്ജ് എന്നത് നമ്മുടെ റൂഹിനാവശ്യമായ, നമ്മുടെ ആത്മാവിനാവശ്യമായ, എന്നെന്നും നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രണ്ട് വസ്തുക്കളാണല്ലോ ഉള്ളത്. ഒന്ന് എൻ്റെ ഈ കാണുന്ന ശരീരം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകും. മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തു ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് എന്നെന്നും അവശേഷിക്കുന്ന വസ്തുവാണ്. ആ വസ്തുവിന് വളം ചെയ്യുക എന്നതാണ്, അതിന് ഉത്തേജനം നൽകുക എന്നതാണ് അല്ലാഹു തആല നമുക്ക് ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനിച്ചിരിക്കുന്ന അഅ്മാലുകൾ. ഈമാൻ, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പ് പോലെയുള്ള വിവിധങ്ങളായ വസ്തുക്കൾ. ഇവകളിൽ നിന്നുള്ള ഏറ്റവും അഞ്ചാമത്തെ കാര്യമാണല്ലോ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജ് എന്നത് കൃഷി ചെയ്യുന്നതിന്, ഞാൻ പറഞ്ഞു വരുന്നതാണ്, ആ ഹജ്ജ് എന്നത് കൃഷി ചെയ്യുന്നതിന് ചില സമയങ്ങളുണ്ട്, ചില ഇടങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. ആ രീതിയിൽ നാം കൃഷി ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഉപകാരപ്പെടുന്നത്. അത് ഏതാണ് അതിൻ്റെ സമയം? ഹജ്ജിൻ്റെ സമയം എപ്പോഴാണ്? ഹജ്ജ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുത്ത നാം ചിന്തിക്കേണ്ടത് ഹജ്ജിൻ്റെ സമയം എപ്പോഴാണ്, എപ്പോഴാണത് കൃഷി ചെയ്യേണ്ടത്? ഖുർആൻ അത് പറയുന്നു.
അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാതുൻ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാതുൻ. ഹജ്ജ് എന്ന് പറയുന്ന അമൽ ചെയ്യേണ്ടത് ചില അറിയപ്പെട്ട മാസങ്ങളിലാണ്. സമയ പറഞ്ഞത് അള്ളാഹ് പറഞ്ഞതാണ് സമയം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാതുൻ, അറിയപ്പെട്ട ചില മാസങ്ങളിലാണ് എന്ന്. ഏത് മാസം? നമ്മുടെ റമദാൻ കഴിഞ്ഞു. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജിൻ്റെ 10 ദിവസം. എത്ര ദിവസമായപ്പോൾ? 30, 60, 10, 70. 70 ദിവസത്തിലാണ് ഇതിൻ്റെ കൃഷി നിങ്ങൾ ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഉസ്താദ് ഇന്നിപ്പോൾ ഷവ്വാൽ 2 പോയല്ലോ, കൃഷി തുടങ്ങിയില്ലല്ലോ. തുടങ്ങണം നമുക്ക്. എങ്ങനെ തുടങ്ങേണ്ടത് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹജ്ജിൻ്റെ സമയം, ഹജ്ജിൻ്റെ സന്ദർഭം, ഹജ്ജിൻ്റെ മാസം എത്ര ദിവസം? 70 ദിവസം. 2 മാസവും ദുൽഹജ്ജ് 10 അന്ന് വരെയുള്ള ആ ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെതായ സമയമായി അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഷവ്വാൽ 1 മുതൽ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങൾ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഷവ്വാൽ 1 മുതൽ കൃഷി ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക. അതെ, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാൻ, ഇങ്ങനെ മനസ്സിലാക്കുക, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി, കടക്കുന്നതിന് വേണ്ടി ഷവ്വാൽ 1 മുതൽ അവൻ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാം എന്നർത്ഥം. അപ്പോൾ ആ ഇഹ്റാമിൽ തന്നെ അവൻ കഴിഞ്ഞുകൂടി ആ 70ാമത്തെ ദിവസം പൂർത്തിയാകുന്നത് വരെ അവൻ ആ അമലിൽ തന്നെയായിരിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യണില്ലല്ലോ, നമ്മൾ അവസാന സമയത്തേക്കല്ലേ പിന്തിക്കുന്നത്. പിന്തിക്കാം, നമ്മുടെ സാഹചര്യം അതാണ്. അത് തന്നെ കാരണം, നമ്മുടെ സാഹചര്യം അതാണ്. എത്രയോ ഹാജിമാർ, എത്രയോ ആളുകൾ നാം ഹറമിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ഷവ്വാൽ 1 മുതൽക്ക് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ട് ഇഹ്റാമിൻ്റെ വേഷത്തിൽ ഹറമിൽ കഴിയുന്ന എത്രയോ ആളുകളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ ഈ നാട്ടുകാരനായ, ഞാൻ ഓർത്തു പോകുന്നു, എടത്തലയിലുള്ള അൽ ജാമിയത്തുൽ കൗസരിയയിൽ പ്രിൻസിപ്പാളായിരുന്ന, വർഷങ്ങളോളം പ്രിൻസിപ്പാളായിരുന്ന മഹാനായ അബ്ദുൽ കരീം ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, മഹാനവറുകളെ ഒരു ഘട്ടത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഷവ്വാൽ 1 മുതൽ അദ്ദേഹം ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിരിക്കുകയാണ്. ഏതുവരെ ഒന്ന് ആലോചിച്ച് നോക്കുക. 70 ദിവസത്തോളം ആ ഇഹ്റാമിൽ തന്നെ കഴിയുമ്പോൾ എന്താണ് അവസ്ഥ? അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയമാക്കുമാറാകട്ടെ. ഇടത്തലക്ക് കിട്ടിയ സൗഭാഗ്യമാണത്. ഏതു മകൻ, അൽഹംദുലില്ലാ. ചുരുക്കത്തിൽ ഇങ്ങനെ 70 ദിവസത്തോളമാണ് ഹജ്ജിൻ്റേതായ കൃഷി ചെയ്യുന്നതിൻ്റെ ആരംഭവും അവസാനിക്കുന്നതും ഈ ദിവസത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എവിടെയാണ് കൃഷി ചെയ്യേണ്ടത്? ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഖുർആൻ. അല്ലാഹു തആല പറയുന്നു, അതിന് സ്ഥലം അല്ലാഹ് തീരുമാനിച്ചത് ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, അനുഗ്രഹീതമായ മക്കയിലാണ്, വിശുദ്ധമായ ഗേഹമാണ് അമലിന് വേണ്ടി അല്ലാഹു തആല ആദ്യമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതെ, മക്ക, അറഫ, മിന, മുസ്ദലിഫ പോലെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് അതിന് കൃഷി ഇറക്കേണ്ടത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ സമയവും കിട്ടി, കൃഷി ചെയ്യേണ്ട സ്ഥലവും കിട്ടി. അല്ലാതെ ആലുവയിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇഹ്റാം ചെയ്തിട്ട് കാര്യമുണ്ടോ? ചെയ്യാം, ഇഹ്റാം ചെയ്യാം. പക്ഷേങ്കിലും അതിൻ്റേതായ കാര്യങ്ങളുമായി, അമലുമായി ബന്ധപ്പെടേണ്ടത് അവിടെ ചെന്ന് നമ്മൾ അമലുകൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആവുള്ളൂ. ഇവിടുന്ന് ഒരാൾക്ക് ഇഹ്റാം ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇഹ്റാമിൻ്റെ വേഷത്തിൽ തന്നെ ആകണം. അപ്പം 2 കാര്യം മനസ്സിലാക്കി. ഒന്ന്, സമയം മനസ്സിലാക്കി, ഇപ്പം നമുക്കുള്ള സമയമാണ്. രണ്ടാമത്തെ, ഇടം, അതിൻ്റെ സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത് മക്ക,
മിന, അറഫ, മുസ്ദലിഫ പോലെയുള്ള സ്ഥലങ്ങൾ ഖുർആനിൽ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫലം എന്താ? ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? അതിനുള്ള ഫലം മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന്, സ്വീകാര്യയോഗ്യമായ ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദുൽ മുജ്തബ ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാം. സ്വർഗം അത് നമ്മുടെയൊക്കെ ലക്ഷ്യമാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പര്യാവസാന ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? നമുക്ക് സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന അമലുകൾ ചെയ്യണം. ഇങ്ങനെ നമുക്ക് 100 മേനി നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഹജ്ജിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വിളവൊന്ന് നന്നാക്കിയെടുക്കണ്ടേ? ഈ പറഞ്ഞ കൃഷിയും അതിൻ്റേതായ അമലുകളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണ്ടേ? ആ വിളവ് നന്നാക്കിയെടുക്കാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ച കാര്യം എന്താണെന്നറിയുമോ? വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായ നിലയിൽ ചെയ്തു കൊള്ളട്ടെ എന്ന് ഖുർആൻ. ചെയ്തു കൊള്ളട്ടെ എന്നല്ല പറഞ്ഞത്, അത്തിമു ഇത്മാം, പൂർത്തിയാക്കുക, പൂർണ്ണമായ ശൈലിയിൽ നിങ്ങളത് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ എങ്ങനെയാകണം? പൂർണ്ണമാകണം. ഉംറ ചെയ്യുമ്പോൾ എങ്ങനെയാകണം? പൂർണ്ണമാകണം. അതിൻ്റെ അഅ്മാലുകളുടെ പരിപൂർണാവസ്ഥയിലാകണം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് എന്ത് കിട്ടുള്ളൂ? ഈ സ്വർഗം എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറയുന്ന ആ മഹോന്നതമായ സ്ഥാനം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണമെങ്കിൽ ഈ അവസ്ഥ നമുക്ക് സംജാതമാകണം. അപ്പം ഇത്മാം, പൂർത്തിയാക്കുക. പൂർണ്ണമാകുന്നത് എങ്ങനെ? ക്ലാസ്സിലൂടെ പഠിക്കണം. ക്ലാസ്സിലൂടെ നമുക്ക് പൂർണ്ണമായി ഇൻഷാ അല്ലാഹ് ആ ശൈലിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഒരു പേടിയും ആ കാര്യത്തിൽ ഓർക്കണ്ട, ഒരു ധൈര്യക്കുറവും നിങ്ങൾക്ക് വേണ്ട. എല്ലാ ദിവസവും ക്ലാസ്സിന് വന്നാൽ മതി. അതിന് പറ്റൂല എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുന്ന എന്ത് സംശയങ്ങളുണ്ടോ ഒക്കെ ചോദിക്കാം. അറിയുന്നത് പറഞ്ഞുതരാം. അറിയാൻ പാടില്ലാത്ത നമ്മുടെ ഫൈസുസ്ഥാനെ പോലെ അറിയാവുന്ന ആൾക്കാർ ചോദിച്ചിട്ട് പറഞ്ഞു തരാം. കുഴപ്പമില്ലല്ലോ. നമ്മളെല്ലാത്തിലും വലിയ വിദഗ്ധനാണ്, അതീവ ഇത്ര നാളായി ചെയ്യണതാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യനാണ്, അബദ്ധം പറ്റും, ഇതൊക്കെ പറ്റും. എങ്കിലും പരമാവധി വീഴ്ചകൾ വരാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൈകാര്യങ്ങൾ ചെയ്യാം. അൽഹംദുലില്ലാഹ്, ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്ന ഒരു കാര്യം, ഞാൻ ആദ്യമായി ഹജ്ജിന് പോകുന്നത് എൻ്റെ ആദരണീയനായ മഹാനായ എൻ്റെ ഗുരുവര്യൻ ശൈഖുന വടതല മൂസ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു, ആ മഹാനവർകളോട് കൂടെയായിരുന്നു. 1999 അദ്ദേഹം എത്രയോ ഹജ്ജ് ചെയ്തു. 40 ഹജ്ജ് ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയ മനുഷ്യൻ അദ്ദേഹം. അവിടെ കേരളത്തിൽ അങ്ങനത്തെ വല്ലതും ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹം 2 വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാണ്. അദ്ദേഹത്തോടെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹജ്ജ് ഞാൻ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖാദിമായിരുന്നു. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തിൻ്റെ അതാ മഹാനവർകളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടായി. തിരിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ വീട്ടിലേക്കും മഹാനവർകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോയി. അതുവരെ ഫുൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ മിന, അറഫ, മുസ്ദലിഫ, മക്ക, മദീന, റൗള എല്ലാത്തിലും മാതൃകാപരമായൊരു രീതി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റി. അതിനേക്കാൾ ഉപരി ഹറമിൽ ചെന്നാൽ കേരളത്തിൽ നിന്ന് വരുന്ന എത്രയോ ആലിമീങ്ങൾ, എത്രയോ ആളുകൾ വന്നുകൊണ്ട് മസാലകൾ ചോദിക്കും. അതെങ്ങനെ ഉസ്താദ്, ഇതെങ്ങനെ ഉസ്താദ്. ഒരു ആശാ കേന്ദ്രമായിരുന്നു അവർകൾ. അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ അവിടെയും ഈ സാധുവായ എൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും പ്രവർത്തിച്ചും ചെയ്യാൻ പാടില്ലാത്തതെന്ത്, ചെയ്യാവുന്നതെന്ത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കിട്ടിയ ഏറ്റൊരു സൗഭാഗ്യമാണ്. മുട്ടുവിറക്കാതെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവരുടെ ഖബറിടം സ്വർഗീയമാക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കുമാറാകട്ടെ. ആ മഹാനവറുകളോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ നിന്നുള്ള 5ാമത്തെ അമലാണ്. ഈ 5ാമത്തെ അമലാകുന്ന ഹജ്ജ് പൂർത്തിയാകുന്നതോടുകൂടെയാണ് ഒരു മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ.
ഇല്ലെങ്കിൽ എന്നാൽ പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ എന്നർത്ഥം. മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അവൻ അപൂർണനേ ആവുകയുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ട് വികലാംഗനാകുക എന്ന് പറയും. ഏതെങ്കിലും അവയവത്തിനൊരു കുഴപ്പം സംഭവിക്കുന്ന ആളുകളെപ്പറ്റി വികലാംഗൻ എന്നല്ലേ പറയണം. എന്ന് പറഞ്ഞാൽ 5 ഫർളുകളിൽ നിന്നും 1 ചെയ്തില്ല എങ്കിൽ തീർച്ചയായും അവൻ അപൂർണനാണ്. ഹജ്ജ് എന്ന് പറയുന്ന അമലും കൂടി ചെയ്യുമ്പോഴാണ് അവൻ പൂർണ്ണനാവുകയുള്ളൂ. അള്ളാഹു തആല വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി കാലെടുത്തു വച്ച, അതിനുവേണ്ടി മുൻകരുതലെടുത്ത, അതിനുവേണ്ടി തീരുമാനിച്ച മഹോന്നതന്മാരായ അള്ളാഹുവിൻ്റെ ലുയൂഫുകളായ, അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി അള്ളാഹ് സ്വീകരിച്ച ആളുകളാണ് ഈ ഇരിക്കുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ വന്ന നാം മനസ്സിലാക്കേണ്ടത്, ഈ അമലുമായി ബന്ധപ്പെട്ട് ഞാൻ പോയില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ 2 കൊല്ലം നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ. പോകാൻ എനിക്ക് ആഫിയത്തുണ്ടായിരുന്നു, സാമ്പത്തികമായി, ശാരീരികമായി, മറ്റെല്ലാ നിലയിലും എനിക്ക് പറ്റിയിരുന്നു. പക്ഷെ സാഹചര്യം അനുകൂലമായില്ല. കുഴപ്പമില്ല, നമ്മുടെ തെറ്റല്ലല്ലോ, നമ്മുടെ തെറ്റല്ല അത്, അതിന് കുഴപ്പമില്ല. പക്ഷെ സാഹചര്യം അനുകൂലമായിട്ടും അവൻ പോകാതിരുന്നാൽ അത് ഗുരുതര പ്രശ്നമാണ്. എന്താ ഗുരുതര പ്രശ്നം? സൂഉൽ ഖാത്തിമത്തിനെ ഭയന്നുകൊള്ളട്ടെ എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയാ. മഹാനായ നബി തങ്ങൾ പറയുന്നു, എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുത്തനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചു, സാമ്പത്തികമായി, ശാരീരികമായി, യാത്രാ സംബന്ധമായി എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, ആ പുണ്യഭൂമിയിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തു, എന്നിട്ട് വലം യഹുജ്ജ, അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാണിയും പറയുന്നു, ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്റാനിയ, അവൻ ജൂതനോ ക്രൈസ്തവനോ ആരുമായി ചത്തോട്ടെ എന്ന് പറയുമ്പോൾ ഈമാൻ ഇല്ലാതെ അവനോട് പൊക്കോട്ടെ. ഇത്ര ഗുരുതരം. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല അമ്മയെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഹജ്ജ് ഫറളായൊരു മനുഷ്യൻ ലുബ്ധത കൊണ്ടോ മറ്റ് അവൻ്റേതായ ചില വ്യക്തിപരമായ കാര്യത്തിൻ്റെ പേരിലോ മാറി നിൽക്കുന്നുവെങ്കിൽ, പോകുന്നില്ല എങ്കിൽ അവൻ്റെ സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ അവൻ്റെ അന്ത്യം മോശമായി തീർന്നേക്കാം എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്ന ഒരു ദുരന്തമായിരിക്കും, ഒരു ദുരവസ്ഥയായിരിക്കും അവനിക്ക് വരുന്നത് എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഹജ്ജ് എന്ന് പറയുന്നത് സൗഭാഗ്യമാണ്. എല്ലാവർക്കും കിട്ടൂല. പൈസ ഉണ്ട്, ആരോഗ്യമുണ്ട്, പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും സാധിച്ചിട്ടില്ലല്ലോ. പിന്നെ സാധുക്കളെ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചല്ലോ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അത് ആ പുണ്യഭൂമിയിലേക്ക് നമ്മളൊക്കെ എത്തിക്കുമാറാകട്ടെ. എന്താണെങ്കിൽ ഈ യാത്രാവേള ഇനി നമ്മൾ തീരുമാനിച്ചു, കാര്യങ്ങൾ നീക്കി, ഇനി നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഒരു പേടി ഓർക്കണ്ട. ഉസ്താദേ, ഞാൻ ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്തു, കാര്യങ്ങളൊക്കെ നീക്കി, പക്ഷേ എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ വലിയ എന്ന് പറഞ്ഞാൽ ആൾ മരണപ്പെട്ടു പോയി എന്ന് സങ്കല്പിച്ചോ, ഉദാഹരണം. അല്ലെങ്കിൽ ശാരീരികമായി മറ്റ് ചില അസ്വസ്ഥതകൾ വന്നു എന്ന് സങ്കല്പിക്കുക, ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ ഹാർട്ട് സംബന്ധമായി അല്ലെങ്കിൽ ശാരീരിക എന്തെങ്കിലും വന്നുപോയി, പറ്റിയില്ല, കുഴപ്പമില്ല. അവൻ ശ്രമിച്ചല്ലോ, അവൻ്റെ തെറ്റല്ലല്ലോ. ഇനി മരിച്ചു പോയാലോ? ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ. നമ്മുടെ ക്ലാസ്സിൽ വന്ന പല ആളുകളും, മുൻ വർഷങ്ങളിൽ നമ്മുടെ ക്ലാസ്സിൽ വന്ന പല ആളുകളും ക്ലാസ്സിൽ വന്ന് പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് മരണപ്പെട്ടവരുണ്ട്. അപ്പോൾ അവിടെ കുടുംബക്കാർക്ക് ആശങ്കയായി, പടച്ചോനെ ഹജ്ജിന് പോകാൻ പറ്റിയില്ലല്ലോ, പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഒരു ആശങ്ക വേണ്ട നിങ്ങൾക്ക്. പിന്നെന്താ? അള്ളാഹിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഹജ്ജിന് വേണ്ടി തീരുമാനിക്കുകയും അവന് എന്തോ കാരണങ്ങൾ കൊണ്ട്, മരണമോ മറ്റോ കാരണങ്ങൾ കൊണ്ട് അവനിക്ക് പോകാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു തആല തീരുമാനിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോലെ അത് അവന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഒരു മലക്കിനെ
മലക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതാ വളരെ ഭംഗിയായിട്ടല്ലേ ചെയ്യുള്ളൂ. അതൊരു സൗഭാഗ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവനിക്ക് പകരത്തിന് വിടാതിരിക്കണം എന്നർത്ഥമില്ല കേട്ടോ. അവൻ്റെ കുടുംബക്കാരായ ആളുകൾ ആ വാപ്പാക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി മരിച്ചുപോയ ആൾക്ക് വേണ്ടി മറ്റൊരാൾ ഹജ്ജിന് വിടണം, അത് വേറെ കാര്യം. ഇവൻ തെറ്റുകാരനല്ല എന്നർത്ഥം. പക്ഷേ വിടാതിരുന്നാൽ തെറ്റുകാർ ബാക്കിയുള്ളവരായിരിക്കും. ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നീട് നമുക്ക് സംസാരിക്കാം. ഏതായിരുന്നാലും ഈ നിലയിൽ സൗഭാഗ്യം കിട്ടിയ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നാം ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഹജ്ജിന് സൗഭാഗ്യം കിട്ടിയ നിങ്ങൾ ആരാ, നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങൾ അറിയണം. പൈസ കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, പൈസ കൊണ്ടല്ല, ശരീരം കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വില എന്താണ് എന്ന് നിങ്ങൾ അറിയണം. ഖുർആൻ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിശുദ്ധമായ കഅബ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം, പൂർണ്ണാവസ്ഥയിലായതിനു ശേഷം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഏ ഇബ്രാഹിം, അങ്ങ് ആ മലയുടെ മുകളിൽ കയറി ജബലു അബീ ഖുബൈസ് ഇന്നും നിങ്ങൾക്ക് കാണാം. ആ ജബലു അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ വിളിച്ചറിയിക്കണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളോട് ഹജ്ജിന് വരാൻ വേണ്ടി പറയൂ. വിശദമായി കിതാബുകളിൽ നമുക്ക് കാണാം. പടച്ചോനെ, ഞാനിങ്ങനെ ഇവിടെ നിന്ന് വെച്ചുണ്ടാക്കിയ ആൾക്കാരെ കേൾക്കണ എങ്ങനെയാ? ഇബ്രാഹിം, ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്യുക, പറയാൻ പറഞ്ഞ ജോലി നീ ചെയ്യുക, കേൾപ്പിക്കേണ്ട ജോലി എൻ്റെയാണ്, അത് ഞാൻ കേൾപ്പിച്ചോളാം. അങ്ങനെ ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്ന വിളി കേട്ട ആളുകളാണ് നാം ഓരോരുത്തരും. വിളി കേട്ട ആളുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർവാഹുകളുമായി ബന്ധപ്പെട്ട് വിളി കേട്ടു. അങ്ങനത്തെ ഒരിക്കൽ പോകാൻ പറ്റുള്ളൂ, അത് തന്നെ ഇല്ല, അതൊക്കെ പറ്റൂല. കുറേ ശ്രമങ്ങളൊക്കെ നടക്കും, പക്ഷെ എന്താവുക, നടക്കൂല. അപ്പം നമുക്ക് തൗഫീക്ക് നൽകിയിട്ട് അല്ലാഹു തആല നമ്മെ എന്ത് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി നാം ഓരോരുത്തരും കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അത് വലിയ സൗഭാഗ്യമല്ലേ? എത്രയോ ആളുകൾക്ക് കിട്ടാത്ത സൗഭാഗ്യമല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളി നമുക്ക് കേൾക്കാൻ അവസരം കിട്ടാത്തത് വലിയൊരു വിഷയമല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ നമുക്കൊരു സംശയം വരും, ഉസ്താദ് അങ്ങനെയാണ് ഇപ്പോൾ 2, 3, 4, 5 പ്രാവശ്യം പോണ മനുഷ്യന്മാരുണ്ടല്ലോ എന്ന്, ഇല്ലേ? അപ്പോൾ പിന്നെ അതെങ്ങനെയാണത്? അത് കാശുണ്ടായിട്ട് അല്ല, ആരോഗ്യം ഉണ്ടായിട്ട് അല്ല. കാശുണ്ടായ ആരോഗ്യം പിന്നെ രണ്ടാമത് പോകാൻ പറ്റൂല. പിന്നെന്താണ്? പിന്നെ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ച് കെട്ടിയിട്ട് പിന്നെ 2, 3 പല പ്രാവശ്യം പോണത് എങ്ങനെയാണ്? നമുക്കൊരു സംശയം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉമ്മ മോനെ എന്ന് വിളിച്ചാൽ ആ ഒറ്റ വിളിക്ക് നാം എന്ത് ചെയ്യും? മറുപടി പറയുന്നവർ. ഇന്നത്തെ മക്കളെ പറ്റിയല്ല കേട്ടോ പറയണം. അവരിങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണല്ലോ. ഉമ്മ വിളിച്ചാലും വേണ്ടില്ല, വാപ്പ വിളിച്ചാലും വേണ്ടില്ല, ഉസ്താദ് വിളിച്ചാലും വേണ്ടില്ല, ആര് വിളിച്ചാലും അവരങ്ങനെ സംഭവം അറിയേയില്ല. അന്ന് ഇപ്പോഴത്തെ മക്കളല്ല, ഹൈടെക് യുഗത്തിലെ മക്കൾക്ക് പറ്റിയല്ല, പണ്ട് കാലത്തുണ്ടാകുന്ന മക്കളെ പറ്റി പറയണത്. ഉമ്മ മോനേന്ന് വിളിച്ചു കഴിഞ്ഞവരും എന്താണ് ഉമ്മ ചോദിക്കും. ചില മക്കൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? എന്ത് ഉമ്മ എന്നെ വിളിച്ചേ? ഉമ്മ എന്തിനാ എന്നെ വിളിച്ചേ? ഉമ്മ ഇപ്പം എന്നെ വിളിച്ചല്ലോ, എന്തിനാ എൻ്റെ കാര്യം? ഇപ്പം 4 പ്രാവശ്യമായി. ആ ഉമ്മയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള ബന്ധം, ആ ബന്ധം മനസ്സിൽ വെച്ചുകൊണ്ട് ആവർത്തിച്ചുള്ള ആ മറുപടി അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിളിക്കുത്തരമായി ഈ മനുഷ്യൻ ആവർത്തിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ എത്രയോ മറത്തുകൾ, എത്രയോ പ്രാവശ്യങ്ങൾ ആ പുണ്യഭൂമിയിൽ എത്തിക്കും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ആ പുണ്യമായ ഭൂമിയിലേക്കുള്ള വിളിയാളം കേട്ട സൗഭാഗ്യം കിട്ടിയ നാം സാധാരണക്കാരല്ല. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫദുല്ലാഹി വസുവാറു, ഹാജിമാരും ഉംറക്കാരും അള്ളാഹുവിലേക്കുള്ള നിവേദക സംഘങ്ങളാണ് എന്നൊരു ഹദീസിൽ കാണാം.
നിവേദക സംഘങ്ങളാണ്. അർത്ഥത്തിലേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെ അല്ലാഹു തആല ഈ വർഷത്തിൻ്റെ ഹാജിമാരായി ഉംറക്കാരായി നിവേദക സംഘങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിനെ കാണാനും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിനെ കാണാനും, നമ്മുടെ പ്രധാന കാണുന്നതിന് തൊട്ട് അല്ല കാക്കട്ടെ, ഏതുമാകട്ടെ, അപ്പോൾ ആ നിലയിൽ ഒരു ഉന്നതനായ ഒരാളെ കാണാൻ എന്തു ചെയ്യുന്നു? ഒരു നാട്ടിൽ നിന്ന് ചില പ്രമുഖന്മാരായ ആളുകളെ, ചില എണ്ണപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. നാട്ടിൽപ്പെട്ട എല്ലാവരോടും പോകാൻ പറയോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്നയാൾ പോ, നീ പോ, ഇന്നയാൾ പോ, അയാൾ പോ, ഇയാൾ പോ. അപ്പോൾ ഒരു മഹല്ലിൽ നിന്നും, ഒരു നാട്ടിൽ നിന്നും, ഒരു പഞ്ചായത്തിൽ നിന്നും, ഒരു അസംബ്ലിയിൽ നിന്നും, സംസ്ഥാനത്ത് നിന്നും, രാജ്യത്ത് നിന്നും ഈ വർഷം ആ വഫദുള്ളയായി അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായി പോകേണ്ട ആളുകൾ, ഒന്ന് അബൂബക്കർ, രണ്ടാമത് അബ്ദുൽ ജബ്ബാർ, മറ്റേ ആൾ പിന്നെ അബ്ദുൽ കരീം പോലെയുള്ള ഇന്ന ആളുകൾ, ഇന്ന കുടുംബത്തിൽപ്പെട്ട ഇന്ന മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായ ഇന്ന ആളുകൾ. ഹായ്, അൽഹംദുലില്ലാ, എന്ത് സന്തോഷം. ആ നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫദുല്ലാഹി വസുവാറുഹു. ഹജ്ജിമാരും ഹജ്ജിന് പോകുന്ന ആളുകളും ഉംറയ്ക്ക് പോകുന്നവർ നിവേദക സംഘങ്ങളായി. അപ്പോൾ ഈ നാടിൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം പോയി സമർത്ഥിക്കാനും കാര്യം നേടി തിരിച്ചു വരുവാൻ വേണ്ടി ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട വഫദുള്ളയാണ്, അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളാണ് നിങ്ങൾ എന്നർത്ഥം. എങ്ങോട്ടാണ് പോകുന്നത്? വിശുദ്ധമായ കഅബയിലേക്ക് പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? വിശുദ്ധമായ കഅബ അള്ളാഹുവിൻ്റെ ഗേഹമാണ്. അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള, അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആദ്യത്തെ പള്ളി, ആ പള്ളിയിലേക്കാണ് നാം ഓരോരുത്തരും പോകുന്നത്. വിശുദ്ധമായ കഅബ വിശ്വാസിയെ ഏകീകരിക്കുന്ന ബിന്ദുവാണ്. വിശ്വാസികളെ ഏകീകരിക്കുന്ന ബിന്ദുവാണ് വിശുദ്ധമായ കഅബ. 5 വഖത്തിലും നാം തിരിയുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ വരുന്ന ഏതെല്ലാം മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളുണ്ടോ അവർ മുഴുവനും തിരിയുന്നതും തിരിയേണ്ടതും അങ്ങോട്ട് തന്നെയാണ്, ആ വിശുദ്ധമായ കഅബയിലേക്ക്. ഏതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം, നാം ഓരോരുത്തരുടെയും ഹൃദയം എങ്ങോട്ടാണ് തിരിയുന്നത്? നാം പള്ളിയിലേക്ക്, പള്ളിയുടെ മെഹ്റാബിലേക്ക്. പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചെന്നാൽ എങ്ങോട്ട് തിരിയും? ആ മെഹ്റാബിൻ്റെ മുമ്പിൽ നിന്ന്, മെഹ്റാബ് എങ്ങോട്ടാണോ ഇരിക്കുന്നത് അങ്ങോട്ട്. വകൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി. മുഅ്മിനായ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് എന്താ പറഞ്ഞാണ്? വകൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി. മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയായിട്ടായിരിക്കും ബന്ധം. പള്ളി ചെന്നിട്ട് അവിടെ ഭിത്തിനോടാ ഇല്ല. ആ മെഹ്റാബ് എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് നാം അവിടെ ഇരിക്കും. ആ മെഹ്റാബിലേക്ക് തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ കഅബയുടെ ഭാഗത്തേക്ക്. ഏതുപോലെ നമ്മുടെ കയ്യിലൊക്കെ മൊബൈലില്ലാത്തവരാരുമില്ല. ഏത് വല്യമ്മ 90 വയസ്സായ വല്യമ്മയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന 90 വയസ്സുകാർ ആരുമില്ല. ഇപ്പോൾ 65 വയസ്സ്, എത്രയാണ് പറയണേ? 65 അല്ലേ? 65 വയസ്സിൻ്റെ മുകളിലേക്കുള്ളവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കാണ്. ഇപ്പോഴാണ് വല്യമ്മമാരൊക്കെ അതിൻ്റെ മുകളിലുള്ളവർ വിചാരിക്കുക, പടച്ചോനെ മുൻ വർഷങ്ങളിലൊക്കെ എൻ്റെ ഇഷ്ടംപോലെ കെട്ടുകണക്കിന് പൈസയൊക്കെ ഇരിപ്പുണ്ടായി, ബാങ്ക് ഡിപ്പോസിറ്റൊക്കെ ഉണ്ടായി, എനിക്ക് അന്ന് പോയിരുന്നെങ്കിൽ ഈ ദുർഗതി, ഈ ദുരന്തം എനിക്ക് വരൂലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. തന്നെയല്ല, ഈ കൊറോണ വന്ന സമയത്ത് ഒരു ഉംറയ്ക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ എന്ത് ചെയ്യുന്നു? ഇപ്പം 50,000 ചോദിക്കുമ്പോൾ 50,000 ഉംറയ്ക്ക് പോകാൻ വേണ്ടി, 60,000, 60,000. ഇപ്പം എന്ത് ചെയ്തു? 1 ലക്ഷം അല്ല 1.5 ലക്ഷം രൂപ കൊടുത്താലും ഒന്ന് പോകാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മനോഗതിയിലേക്ക് മനുഷ്യൻ മാറി. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഹറമുമായി, ഹജ്ജുമായി, ഉംറയുമായി അത് പൈസ അവിടെ നോക്കണ്ട. ആ ഭാഗത്ത് നമ്മൾ പൈസയെപ്പറ്റി ചിന്തിക്കേണ്ട. നിങ്ങൾ ഇറങ്ങുവോ? ഇറങ്ങിയാൽ അല്ലാഹു തആല എന്ത് ചെയ്യും? സൗകര്യം ചെയ്തു തരും. അത് നമ്മുടെ ഈമാനാണ്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ നിലയിലുള്ള നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ആ മൊബൈലിൻ്റെ ബന്ധം, അതിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ്? ഇവിടെ ഉള്ള ഏറ്റവും വലിയ ടവറുണ്ടാവും. മൊബൈലിൻ്റെ ബന്ധം ടവറിലേക്കാണ് എങ്കിൽ ആ ടവറിൻ്റെ ബന്ധം നേരെ ഉപഗ്രഹത്തിലേക്കായിരിക്കും. ഇങ്ങനെ കണക്ഷൻ അങ്ങോട്ട് പോകും. അവിടെ നിന്നാണ് ഇതിൻ്റെ മെസ്സേജുകളൊക്കെ പോകുന്നത്. എന്നതുപോലെ മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം, ആലുവയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ ബന്ധം
അവൻ്റെ നാട്ടിലുള്ള പള്ളിയിലെ മിഹ്റാബാണ്. മിഹ്റാബിൻ്റെ ബന്ധം വിശുദ്ധമായ കഅബയിലേക്കാണ്. കഅബയുടെ ബന്ധം നേരെ ബൈത്തുൽ മഅമൂറിലേക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇതാണ് മുഅ്മിനായ മനുഷ്യൻ. അവൻ്റെ കണക്ഷൻ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യണം? ആ കണക്ഷനിലൂടെ ആകണം. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എന്നർത്ഥം. ആ വിശുദ്ധമായ കഅബ അമേരിക്കയിലെ വെളുത്തവനും ആഫ്രിക്കയിലെ കറുത്തവനും അഫ്ഗാനിസ്ഥാനിലെ അജാനബാഹുവും തിബത്തിലെ കുറിയവനും അതുപോലെ ഏത് നാട്ടിൽപ്പെട്ട ഏത് സ്വഭാവക്കാരനായ ഏത് രീതിയിലുള്ളവർ വന്നാലും അവൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും കടന്നു വരുന്നവൻ വെളുത്തവനോ കറുത്തവനോ ചെറിയവനോ കുറിയവനോ പൊക്കമുള്ളവനോ ഇതൊന്നും പ്രശ്നമല്ല. എല്ലാവരും ആ വിശുദ്ധമായ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ലക്ഷ്യം ഒന്നാണ്. എന്താണ് ആ ലക്ഷ്യം? അല്ലാഹ്. ആ അള്ളാഹുവിനോടുള്ള കണക്ഷനാണ് അവിടെ വരുന്നത്. മുമ്പ് ഈ വന്ന ഹാജിമാർ, ഈ വന്നിരിക്കുന്ന ആളുകൾ മുഴുവനും, ഈ വിശുദ്ധമായ കഅബയിൽ വന്നിരിക്കുന്ന ആളുകൾ മുഴുവനും മുമ്പ് പലരുമായിരുന്നു. ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർ പലരുമായിരുന്നു. രാജാവുണ്ടാകാം, അതുപോലെ പ്രധാനമന്ത്രിമാരുണ്ടാകാം, ബിസിനസ്സുകാരുണ്ടാകാം, അതുപോലെ കൂലിപ്പണിക്കാരുണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഉന്നതന്മാരും അല്ലാത്തവരും പല ആളുകളും ഉണ്ടാകാം. പക്ഷേ അവരെല്ലാവരും ഈ പുണ്യമായ കഅബയുടെ മുമ്പിൽ വന്നപ്പോൾ എല്ലാവരും ഒന്നായി മാറി. ആരാണത്? യാചകനായി മാറി. ആരായാലും വേണ്ടില്ല, അവർ ആരായി മാറി? യാചകനായി മാറി. അള്ളാഹുവിനോട് ചോദിക്കുന്നവരായി മാറി. എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഏ അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഇതാ നിന്റെ മുമ്പിൽ ഞങ്ങളിതാ വന്നിരിക്കുന്നു അല്ലാഹ്. എല്ലാവരും ഉച്ചരിക്കുന്ന, എല്ലാവരും പറയുന്ന ഒരേ ഒരു വാചകമാണ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ആരായാലും വേണ്ടില്ല, എത്ര ഉന്നതനാണെങ്കിലും ഉന്നതനല്ലാത്തവനാണെങ്കിലും എന്താണില്ല, അവിടെ പ്രശ്നമേ അല്ല. അവൻ യാചകനായിട്ടാണ് അല്ലാഹു തആലയുടെ മുമ്പിൽ അള്ളാഹ് നിശ്ചയിച്ച സ്ഥലത്ത് അവൻ എത്തിച്ചേരുന്നത് എന്ന്. അള്ളാഹിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കഅബയുടെ ഉള്ളിൽ അള്ളാഹ് ഇരിക്കണമെന്നും അല്ലെങ്കിൽ കഅബയുടെ അവിടെയാണ് അള്ളാഹ് ഇരിക്കുന്നത്. ഇല്ല, അള്ളാഹ് നമുക്ക് വേണ്ടി ഒരു സ്ഥലം തീരുമാനിച്ച് തന്നു, അവിടെ ചെല്ലണം, അതേ ഉള്ളൂ. അത്രേ മനസ്സിലാക്കാവുള്ളൂ. മനസ്സിലാവേണ്ട പറയണത് അള്ളാഹു ഇപ്പം നമ്മൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജിൻ്റെ സമയത്ത് അള്ളാഹിനെ കാണാൻ വേണ്ടി പോയി എന്ന് പറയാറുണ്ട്. ശരിയാ. പക്ഷേ അള്ളാഹ് അവിടെ ഇരിക്കുന്ന അർത്ഥത്തിനല്ല. അള്ളാഹ് ഒരു സ്ഥലം തീരുമാനിച്ച് ഇവിടെ വാ, നമുക്ക് അവിടെ വെച്ച് സന്ദർശിക്കാമെന്ന്. അത്ര മനസ്സിലാക്കി. അള്ളാഹു സർവ്വവ്യാപിയാണല്ലോ, അത് മറ്റൊരു സബ്ജക്റ്റ്. ഏതായിരുന്നാലും ആ നിലയിൽ അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു വിശുദ്ധമായ കഅബയിൽ നമ്മോട് ചെല്ലാൻ. ഇവിടെ ചെന്നാൽ നമുക്ക് അള്ളാഹു തആല പകരം നൽകുന്നത് എന്താണെന്നറിയുമോ? അൽ ജന്നത്തു വൽ മഗ്ഫിറത്തു. ആനുകൂല്യമാണ് അൽ ജന്നത്തു വൽ മഗ്ഫിറത്തു. ഒന്ന് മഗ്ഫിറത്ത്, പാപമോചനം. നമുക്ക് അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? പാപമോചനം അവിടെ ചെല്ലുമ്പോൾ തരും. അള്ളാഹിൻ്റെ വാഗ്ദാനമാണ്. ആ പാപമോചനത്തിലൂടെ നിനക്ക് കിട്ടും എന്ത്? അൽ ജന്നത്തു, സ്വർഗം കിട്ടും. നോമ്പിലൂടെ നേടിയത് അതാണല്ലോ. ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആയിരുന്നു, കാരുണ്യത്തിന് കരുണയുടെ 10ആയിരുന്നു. ആ കരുണ നാം ചെയ്തു കഴിയുമ്പോൾ പിന്നീട് അല്ലാഹു തആല രണ്ടാമത്തെ 10 നല്ല എന്താണ്? മഗ്ഫിറത്തിൻ്റെ 10ആണ്. ഗുഫ്റാനുദ്ദുനൂബ്, പാപങ്ങൾ പൊറുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, നരകമോചനവും സ്വർഗലഭ്യതയും. ഈ നിലയിൽ അള്ളാഹു തആല ഇങ്ങനെയൊക്കെ അവനോട് വിശുദ്ധനാക്കി നല്ലത് പാകപ്പെടുത്തിയെടുത്ത് ഹജ്ജിനോട് നമ്മുടെ നോമ്പൊക്കെ കൂടെ കഴിഞ്ഞ് വളരെ നല്ല ഉഷാറായി. ഇനി നീ പൊക്കോ. എന്തിനാ? സ്വർഗം വാങ്ങിക്കാൻ. അള്ളാഹുവിൻ്റെ ലിഖാഇന് വേണ്ടി പൊക്കോ. എവിടെ? പുണ്യമായ ഹറമിൽ. ഇപ്പം നീ പാകപ്പെട്ടിട്ടുണ്ട്, അതിന് പക്വതയായിട്ടുണ്ട്, പാകതയായിട്ടുണ്ട്. നീ ചെല്ലുക. നിനക്ക് കിട്ടുന്നത് അൽ മഗ്ഫിറത്തു വൽ ജന്നത്തു. മഗ്ഫിറത്താണ്, ജന്നത്താണ് നിനക്ക് കിട്ടുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിൻ്റെ പ്രവർത്തനത്തിന് സ്വർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഹജ്ജ ലില്ലാഹ് വലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായ നിലയിൽ, മറ്റൊരു ലക്ഷ്യവും അവനില്ല. അള്ളാഹുവേ, നീ എന്നോട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ഇതാ വന്നു. നാട്ടിൽ ഹാജി എന്ന് വിളിക്കാനോ അല്ലെ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല പടച്ചവനെ. മൻ ഹജ്ജലില്ല, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് ചെയ്തു, വലം യർഫുസ് വലം യഫ്സുഖ്, അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ പ്രവർത്തനങ്ങളോ ഒന്നും അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഈ യാത്രാവേളയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, റജഅ കയൗമ വലദതുഹു ഉമ്മുഹു, ഒരു ജന്മശിശുവിൻ്റെ വിശുദ്ധി എങ്ങനെയോ ആ നിലയിൽ അവൻ തിരിച്ചു വരും എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമുക്ക് കിട്ടുന്നത്. പൂർണ്ണ സുരക്ഷിതനായി, പാപസുരക്ഷിതനായി നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. അള്ളാഹു ആ വിഭാഗത്തിൽ സാധുക്കളായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇതാണ് പോയാൽ കിട്ടുന്ന ഉപകാരം. ഇനി നമ്മൾ പോയില്ലെങ്കിലോ വല്ലാത്ത ഗുരുതരാവസ്ഥയാണത്. എത്രയോ ഹദീസുകൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മാ ഖസ്സറ അഹദുൻ ഫി സകാത്തി വൽ ഹജ്ജി ഇല്ലാ സഅല റജഅത ഇൻദൽ മൗത്ത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാം, സക്കാത്തിൻ്റെ വിഷയത്തിലും ഹജ്ജിൻ്റെ വിഷയത്തിലും അവൻ പ്രവർത്തിക്കാത്തൊരു മനുഷ്യൻ, എന്നാൽ ഹജ്ജ് ചെയ്യാത്ത ഒരുത്തൻ, സക്കാത്ത് കൊടുക്കാത്ത ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇല്ലാ സഅല റജഅത ഇൻദൽ മൗത്ത്, മരണത്തിൻ്റെ സമയത്താൻ റജഅത്തിനെ ചോദിക്കും, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ, പടച്ചവനെ എന്നെ ഒന്ന് തിരിച്ചങ്ങോട്ട് വിട്, കുറച്ച് സമയം, ഒരിച്ചിരി സമയം എന്നെ നീ തിരിച്ചെനിക്കൊന്ന് ആയുസ് തന്നാൽ അഅമലു സ്വാലിഹാ, ഞാൻ നല്ലത് ചെയ്തോളാം പടച്ചവനെ എന്ന് പറഞ്ഞൊരു ഖുർആനിൻ്റെ വചനമുണ്ട്. ആ ഖുർആനിൻ്റെ വചനത്തിന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത്, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും അതുപോലെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെയും പറ്റിയാണ്, അവരാണ് അങ്ങനെ ചോദിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു. വളരെ ഗൗരവമുള്ള പ്രശ്നമാണത്, വളരെ ഗൗരവം. സക്കാത്ത് പോലെ തന്നെ സക്കാത്ത്, അതോടൊപ്പം തന്നെ ഹജ്ജ്, ഇത് ചെയ്യാൻ അവനിക്ക് സൗകര്യമുണ്ടായി, സന്ദർഭം അനുകൂലമായി, എന്നിട്ടും അവൻ ചെയ്തില്ലെങ്കിൽ അവനിക്ക് കിട്ടുന്ന അവസ്ഥയാണ് ഈ ഘട്ടം എന്ന് ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മഹാനായ അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അംർ ഇബ്നുൽ ആസി വല്ലാത്ത വിഷമത്തിലും വേദനയിലും സങ്കടത്തിലും, നബിയെ എനിക്ക് കുറേ അബദ്ധങ്ങളും കുറേ ജീവിതത്തിൽ പ്രശ്നങ്ങളും കുറേ അങ്ങയെയൊക്കെ പറ്റി ഞാൻ കുറേ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് എൻ്റെ അവസ്ഥയെപ്പറ്റി എനിക്ക് വലിയ വേദനയാണ്, സങ്കടപ്പെടുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞ് നബി തങ്ങളോട് ആവലാതിയും വേവലാതിയും പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ഇബ്നുൽ ആസി നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട. അതായത് സംഭവം, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നബിതങ്ങൾക്കെതിരെ വല്ലാത്ത ആരോപണങ്ങളും വല്ലാത്ത അധിക്ഷേപങ്ങളും പല രീതിയിലും നബിതങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ എൻ്റെ ജീവിതത്തിൽ കാണാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് താങ്കളായിരുന്നു എന്ന് നബിതങ്ങളോട് വരെ നേരിട്ട് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു തആല അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആകെ ദുഃഖമായി, വേദനയായി, സങ്കടമായി. നബിയേ, ഞാൻ വിഷമിക്കുന്നു, ഒരു ഘട്ടം എനിക്കുണ്ടായിരുന്നു, അന്ന് ഞാൻ ഏറ്റവും കാണാൻ ഇഷ്ടപ്പെടാതിരുന്ന വെറുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങ്, അതിൻ്റെ പേരിൽ ഞാൻ വലിയ വിഷമമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, നീ മുസ്ലിമായി കഴിഞ്ഞാൽ
അതിനു മുമ്പ് നിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോയ എന്തെല്ലാം വൈകല്യങ്ങൾ, പോരായ്മകൾ, വീഴ്ചകളുണ്ടോ അതെല്ലാം അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അത് മാപ്പാക്കും. അതൊക്കെ നഷ്ടപ്പെട്ടു പൊക്കോളും. അത് പ്രശ്നമൊന്നുമല്ല. തന്നെയുമല്ല വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരുത്തൻ ഹജ്ജ് ചെയ്യുകയാണ് എങ്കിൽ അവൻ്റെ മുമ്പ് ചെയ്തു പോയ ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, പോരായ്മകളുണ്ടോ അതെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നും മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്നാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ, എത്രയോ വീഴ്ചകൾ, എത്രയോ നമ്മളറിയാതെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക നമ്മളെല്ലാം വലിയ പൂർണ്ണന്മാരാണെന്നൊക്കെയാണ് വിചാരിക്കുക. ഞാൻ അങ്ങനെ കാര്യമായിട്ട് തെറ്റൊന്നുമില്ല. ഇനി ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോഴാണ് ആ കാര്യം, ഈ കാര്യം, അത് ഇത് ഒന്നും ഇവിടെ നമ്മൾ പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്നലകളിലേക്ക് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രയോ തെറ്റുകൾ, സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ അല്ലെങ്കിൽ എഴുന്നേക്കാതിരുന്നത് മുതൽ നാം ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഭക്ഷിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതുമായി നമ്മുടെ ഇടപാടുകളുമായി ബന്ധപ്പെടുന്ന, ഇടപെടലുകളുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം പ്രശ്നങ്ങളിൽ എന്തെല്ലാം തെറ്റുകളുണ്ട്. നാം അറിയാതെ വന്നു പോകുന്ന തെറ്റുകൾ, അറിഞ്ഞുകൊണ്ട് വന്നു പോകുന്ന തെറ്റുകൾ, ഇതെല്ലാത്തിനും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഹിസാബ് പറയാതിരിക്കാൻ പറ്റൂല. അതിനുവേണ്ടിയാണല്ലോ പരീക്ഷണ ഭൂമിയായിട്ടാണല്ലോ അല്ലാഹു തആല നമ്മെ കൂടെ വിട്ടേക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണ ഭൂമിയിലെ പരീക്ഷയിൽ നാം ഓരോരുത്തരും വിജയിക്കണം. എങ്ങനെയാണ് വിജയിക്കേണ്ടത്? അതിന് ചില കാര്യങ്ങൾ അല്ലാഹു തആലയും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അവകളിൽപ്പെട്ട പാപങ്ങൾ, മഗ്ഫിറത്തു ദുനൂബിന് നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്, നോമ്പ് എന്ന് പറയുന്നത്, സക്കാത്ത് എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത് പോലെയുള്ള അഅ്മാലുകൾ. അതിലേറ്റവും മുഖ്യമാണ്, കാതലാണ്, അടിസ്ഥാനപരമാണ് ഹജ്ജ് എന്ന് പറയുന്ന ആ കാര്യം. അപ്പോൾ ആയതുകൊണ്ട് ആ കാര്യം നാം വളരെ ഗൗരവത്തിലെടുക്കുക. അതിന് നീ പോയില്ല എങ്കിൽ ഇല്ലാ സഅല റജഅത അല്ലാഹു റബ്ബിർജിഊൻ, ആ മലക്ക് വന്ന്, അസ്രാഈൽ വന്ന് നമ്മെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയും റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹാ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കിത്താ അല്ലാ, ഞാൻ നല്ല കാര്യം ചെയ്തുകൊള്ളാം പടച്ചോനെ. അഅ്മലു സ്വാലിഹ, സ്വാലിഹായ അമൽ ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? സ്വാലിഹ്, ഹജ്ജ് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ഞാൻ ഹജ്ജ് ചെയ്തോളാം പടച്ചോനെ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. മറ്റൊരു ആയത്തിൽ നമുക്കറിയുമല്ലോ, ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് വസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഇതൊക്കെ ഖുർആനിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം. അള്ളാഹു എനിക്ക് ഇച്ചിരി കൂടി ആയുസ് തന്നാൽ ഞാൻ അതൊക്കെ ചെയ്തോളാം. ഇത് പറയുന്ന കാതലായി മുഖ്യമായി പറയുന്ന ആളുകൾ ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയിട്ടും, തൗഫീക്ക് കിട്ടിയിട്ടും, അല്ലെങ്കിൽ സാമ്പത്തികവും ശാരീരികവും യാത്രാ സംബന്ധമായി കഴിവുണ്ടായിട്ടും പോകാതിരിക്കുന്ന ആളുകളാണ് ഇത് ചോദിക്കുന്നത് എന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹം ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും പോകാതിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരിൽ നിന്നും ജിസിയ വാങ്ങിക്കുമായിരുന്നു, കപ്പം വാങ്ങിക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഹജ്ജിന് പോകാൻ കഴിവുണ്ടായിട്ടും പോകാതിരുന്ന ആളുകളിൽ നിന്നും നികുതി വാങ്ങിക്കുമായിരുന്നു. സത്യത്തിൽ ആ നികുതി വാങ്ങിക്കേണ്ടത് ആരിൽ നിന്നാണ്? അവിശ്വാസികളിൽ നിന്നാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ. അപ്പോൾ അദ്ദേഹം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് സമീപിച്ചിരുന്ന സമീപനമെന്ന് അത്രയും ഗുരുതരം, അത്രയും ഗൗരവം. എന്തിനധികം മരണപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജനാസ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ജനാസക്ക് മയ്യത്ത് പോലും നിസ്കരിക്കാത്ത ആളുകൾ അന്നുണ്ടായിരുന്നു എന്ന്. നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, ഞാനിതിനകത്തില്ല, ഞാനിവൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മഹോന്നതന്മാരായ ആളുകൾ പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞതെന്താ? മനിസ്തതാഅ ഇലൈഹി സബീലാ, മനിസ്തതാഅ ഇലൈഹി സബീലാ. വിശുദ്ധമായ
വിശുദ്ധമായ പുണ്യമായ മക്കയിലേക്ക്, ഹറമിലേക്ക്, കഅബയിലേക്ക് പോകാൻ കഴിവുള്ളവർ, ശാരീരികമായി, സാമ്പത്തികമായി, യാത്രാ സൗകര്യമായി ഈ നിലയിൽ പോകാൻ കഴിവുള്ളവർ അവൻ പോയിക്കൊള്ളട്ടെ, വിശുദ്ധമായ ഹജ്ജ് ചെയ്തു കൊള്ളട്ടെ. തൊട്ടുപുറകിൽ അല്ലാഹ് പറഞ്ഞത് വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. വമൻ കഫറ, ഒമൻ പോയിക്കൊള്ളട്ടെ എന്നിട്ട് പറയാം. ഒമൻ കഫറ, പോകാതിരുന്നാൽ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലും ആ പ്രയോഗം മനസ്സിലാക്കുക. ഒമൻ കഫറ അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ, ആരെങ്കിലും കാഫിറായാലെന്നർത്ഥം. പക്ഷെ പണ്ഡിതന്മാർ കാഫിറായി പോയി എന്നർത്ഥം പറയുന്നില്ല, നിഷേധിയായി പോയി അവൻ. അള്ളാഹ് അവനിക്ക് ചെയ്ത അനുഗ്രഹത്തിന് നിഷേധിയായ നിലയിൽ അവൻ മാറി. ഒമൻ കഫറ കുഫ്രാനുൻ നിഅമ, അള്ളാഹ് കൊടുത്ത നിഅമത്തിന് അവൻ നന്ദികേട് കാണിച്ചവനായി മാറി. എന്നിട്ട് അള്ളാഹ് പറയാണ് ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, നിൻ്റെ ഒന്നും ആവശ്യം പടച്ചോനിക്കില്ല കേട്ടോ എന്ന് പറയാം. നീ പോണെങ്കിൽ നിൻ്റെ പാട്ടിൽ നീ പൊക്കോ നീ അങ്ങോട്ട്. ഞാൻ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല അല്ലേ? നിനക്കെല്ലാ സൗകര്യം ഞാൻ ചെയ്തു തന്നില്ലേ, എല്ലാം ചെയ്തു തന്നില്ലേ? എന്നിട്ട് അതിന് വരാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നല്ലേ? ഒമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, നിൻ്റെ ഒന്നും ആവശ്യം അല്ലാഹു തആലക്കില്ല, നീ നിൻ്റെ പാട്ടിനെ പൊയ്ക്കൊള്ളുക എന്ന ഒരു ഭീഷണിയാണ് അല്ലാഹു തആല നൽകിയത്. അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ഒരു ഭീഷണിയാണ് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്? നൽകിയത്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പോകാതിരുന്നാൽ ഉണ്ടാകുന്ന ദുരന്തം ചെറുതല്ല, വലിയ വൻ ദുരന്തമാണ് എന്നർത്ഥം. അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മുടെ പരമ്പരയിൽ വരാനിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവനും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർക്കെല്ലാം ആ പുണ്യമായ ഭൂമിയിൽ ചെന്ന് എത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊരു കാരണമായി നമ്മുടെ ഇജ്തിമാഇനെ, ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി ഹജ്ജിന് വേണ്ടിയുള്ള പ്രേരണയാണ്. എങ്ങനെ? അതിനു വേണ്ടിയുള്ള പ്രേരണ. ഹജ്ജിന് പോകണോ? എത്ര പ്രാവശ്യം പോകണം? ഒരു പ്രാവശ്യം പോയാൽ മതിയോ? അത് രണ്ടുകൊണ്ട് അവസാനിപ്പിക്കണോ? അല്ല അത് കൂടുതൽ പോകാമോ? ഒരു പ്രാവശ്യം അവൻ്റെ ഫർള് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ഹജ്ജിനൊക്കെ പോകണത് എന്താ ഇപ്പം അതിൻ്റെ കാര്യം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പൊതുവേ നമ്മുടെ നാടുകളിലുണ്ട്. അവർക്ക് വേണ്ടി വിശുദ്ധമായ ഹദീസുകളിലും മഹോന്നതന്മാരായ ഉലമാക്കളും സഹാബാക്കളും പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നിങ്ങളെ സന്ദർഭോചിതം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കെല്ലാവർക്കും സുപരിചിതനാണല്ലോ. 4 ഇമാമിങ്ങളിൽ നിന്നും പെട്ട ഏറ്റവും ആദ്യത്തെ ആളാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലേ, ഹനഫി മദ്ഹബിൻ്റെ ആളാണല്ലോ. ആ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 55 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഒന്നല്ലേ ഫർളുള്ളൂ ഉസ്താദ്, പിന്നെ എന്തിനും ഈ ആവശ്യമില്ലാത്ത കൂടുതൽ എണ്ണി ചെയ്യണതിനാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി 55 ഹജ്ജ് ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം. മഹാനായ സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാൻ പോണത്? ഒന്നെന്നല്ലേ ഇപ്പോൾ പറയണത്? എന്നല്ലേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ അല്ല, എണ്ണമില്ലാത്ത ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ പറയുള്ളൂ. അതെന്താ ഉസ്താദേ അങ്ങനെയുണ്ട്. ലം യബ്അത്തില്ലാഹു നബിയൻ ഇല്ലാ ഹജ്ജ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുൻകഴിഞ്ഞു പോയ ഏതെല്ലാം അമ്പിയാക്കന്മാരുണ്ടോ അവർ മുഴുവനും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മിൻ ആദം ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി മുതൽക്ക് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഏതെല്ലാം പ്രവാചകന്മാരെ നിങ്ങൾ എടുത്തു നോക്കിയാലും അവരെല്ലാവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാലോ, ആദ്യത്തെ ആൾ നമ്മുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാം അല്ലേ? അതെവിടെ വന്നത്? ഇന്ത്യയിലേക്കല്ല വന്നത്. ഈ ഇന്ത്യയിൽ നിന്നും എത്ര ഹജ്ജിന് പോയി എന്നാണ് പറഞ്ഞേക്കണത്? 40 ഹജ്ജിന്. ഓർമ്മയില്ലേ? ആദം നബി അലൈഹി സ്വലാം ഇന്ത്യയിൽ നിന്നും മാഷിയൻ നടന്നുകൊണ്ട് എത്ര ഹജ്ജിന് പോയി? അന്ന് വിമാനോ കപ്പലോ ഇതൊന്നും ഇല്ലല്ലോ. നമ്മുടെ കരയിലൂടെ, കരഭൂമിയിലൂടെ പോയി, നടന്നു പോയി.
ചരിത്രത്തിലുള്ളതല്ലേ, ചരിത്രത്തിലുള്ളതാണ്. ഇന്ത്യയിലാണല്ലോ അദ്ദേഹം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയത്. അതെ, അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുന്ന ഘട്ടത്തിൽ 40 പ്രാവശ്യം നടന്നുകൊണ്ട്, ഫത്തുഹുൽ മുഈൻ പോലുള്ള കിതാബുകൾ തന്നെ പരിശോധിക്കാം, ചരിത്രങ്ങളും മിക്കവാറും കിതാബുകളിൽ കാണാം 40 പ്രാവശ്യം നടന്നുകൊണ്ട് പോയി. ചുരുക്കത്തിൽ അല്ലാഹു തആല എത്ര 1,00,000 ചില്ലുവാനും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരിൽപ്പെട്ട മുഴുവൻ ആളുകളും വിശുദ്ധമായ ഹറമിൽ ഹജ്ജിന് പോയിട്ടുണ്ട്. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, നബിതങ്ങളോ? വഹജ്ജ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഖബലൻ നുബുവത്തി വബഅദഹ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും നുബുവത്ത് കിട്ടിയതിന് ശേഷവും ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. എത്രയോ ഹജ്ജുകൾ. ലാ യുറഫു അദദുഹ, എണ്ണമറിയില്ല അത്രയും ഹജ്ജ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിനു മുമ്പും എന്ന് പറഞ്ഞാൽ 40 വയസ്സിന് മുമ്പും 40 വയസ്സിന് ശേഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഒരു ഹജ്ജുള്ളൂ എന്ന് എല്ലാ ഉസ്താദും പറയണ്. ഇപ്പം ഉസ്താദ്, ഈ ഉസ്താദ് മാത്രം എന്ത് കുറേ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അത് എന്താ ശരിയാവേണ്ടത്? അതേ, ശരിയാണത്. എന്താ? ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ അമൽ അല്ലാഹു തആല ഫർളാക്കിയതിന് ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത് എന്നർത്ഥം. മനസ്സിലായ? അപ്പോൾ ഒന്നേ ചെയ്തിട്ടുള്ളൂ. ശരി, എപ്പോൾ? അല്ലാഹു തആല ഫർളാക്കിയത് ഹിജ്റ 9-ാം വർഷത്തിലാണ്. ഹജ്ജ് ഫർളാക്കിയത് ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു. ആ 9-ാം വർഷത്തിലാണ് ഫർളാക്കിയത് എങ്കിൽ ആ ഫർളാക്കിയതിന് ശേഷം ഒറ്റക്കൊരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. 1 വർഷമേ ജീവിച്ചുള്ളൂ. ഇതുള്ളൂ, 1 വർഷം പിന്നെ ജീവിച്ചിട്ടുള്ളൂ. രണ്ടാമതൊരു ഹജ്ജിന് വേണ്ടി അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പോ, ഫർളാവുന്നതിന് മുമ്പ് എത്രയോ ഹജ്ജുകൾ. അപ്പോൾ അതെങ്ങനെ ഹജ്ജ് ചെയ്യുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ഹജ്ജ് ചെയ്തു വന്നവരല്ലേ? എവിടെ? വിശുദ്ധമായ കഅബയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളായതിനു ശേഷം ഒരേ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും നടന്നുകൊണ്ട് തന്നെ 2 ഹജ്ജിന് വേണ്ടി വന്നതായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും നടന്ന്, അവർ താമസിച്ചിരുന്നത് മറ്റൊരു നാട്ടിലായിരുന്നു. അവിടെ കാൽനടയായി വിശുദ്ധമായ ഹജ്ജിൻ്റെ വേളയിൽ എവിടെ വന്നു? കഅബയിൽ വന്ന് 2 പ്രാവശ്യം ഹജ്ജ് ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു 25 ഹജ്ജത്തൻ 25ഓളം വരുന്ന ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് എന്ന്. ആര്? അലി റളിയല്ലാഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു 25ഓളം വരുന്ന ഹജ്ജുകൾ ചെയ്തതായി നമുക്ക് കാണാം. മഹാനായ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ എണ്ണം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഒന്നിൽ കൂടുതൽ ചെയ്യാം എന്നതിന് വേണ്ടി ലക്ഷ്യം പറയണതാണ്. മഹാനായ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 3 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹജ്ജ് ചെയ്തിട്ടില്ല. അവസരങ്ങൾ കിട്ടി, പക്ഷെ പോയില്ല എന്ന്. അപ്പോൾ എന്താ അതിന് കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താമസം മുഴുവനും മദീനയിലായിരുന്നു. മദീനയുടെ ബൗണ്ടറി വിട്ട് അപ്പുറത്ത് കടന്നെങ്ങാനും മരണപ്പെട്ടു പോയാൽ ആ ജനാസ തിരിച്ച് മദീനയുടെ ബൗണ്ടറിയിൽ ജന്നത്തുൽ ബഖയിൽ അടക്കാൻ അന്നത്തെ ആളുകൾ സമ്മതിക്കില്ല. അതിൻ്റെ ഉള്ളിൽപ്പെട്ടവർക്ക് അവിടെ അടക്കാനും അടങ്ങാനും പറ്റുള്ളൂ. അപ്പം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം, എൻ്റെ ഹബീബ് കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് എനിക്ക് കിടക്കണമെന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു. ആയതുകൊണ്ട് ഞാനെങ്ങാനും ഹജ്ജിന് പോകുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന ആശങ്ക അദ്ദേഹത്തിനുള്ളത് കൊണ്ട് 3 എണ്ണത്തിൽ അവസാനിപ്പിച്ചു. ഇനി ഞാൻ പോണില്ല, ഞാൻ മദീനയിൽ തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിൽ തന്നെ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പോകാതിരുന്നത്. അവസാനം ആ മഹാനവരുടെ ജനാസ അദ്ദേഹത്തെ കബറടക്കിയത് ജന്നത്തുൽ ബഖീഅ എന്ന് പറയുന്ന
മദീനയിലെ ഖബർസ്ഥാനിൽ ആണ് നാം സിയാറത്തിന് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ ആ പുണ്യമായ മദീനയിൽ ചെന്നാൽ ഇൻഷാ അല്ലാ അദ്ദേഹത്തിൻ്റെ ഖബറിടം നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഖബറിടം നിങ്ങൾക്ക് കാണാം. ഈ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും മറ്റൊരു സംശയമുണ്ട്. ഉസ്താദേ, ഹജ്ജിന് പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ? ഒരു 3 ലക്ഷം രൂപ. മുൻ വർഷത്തെ കണക്കായി പറയണം കേട്ടോ. ഈ വർഷം എത്രയാണ് പഠിച്ചോ എനിക്കത് തീരുമാനിച്ചാൽ 4 ലക്ഷം എന്നാണ് ഹജ്ജ് കമ്മിറ്റി. ഇങ്ങനെയല്ലേ ഹജ്ജ് കമ്മിറ്റി 4 അല്ലേ പറഞ്ഞേക്കണേ? 3:30 ഇത്ര എന്തായാലും 4ൻ്റെ താഴെയൊന്നും കൂട്ടിക്കോ. പ്രൈവറ്റ് ആണെങ്കിൽ മിക്കവാറും 5ൻ്റെ താഴെയൊന്നും കൂട്ടിക്കോ. ഏകദേശം 75-80 രൂപയുടെ വ്യത്യാസം വരും രണ്ടും തമ്മിൽ. അതിന് സൗകര്യത്തിൻ്റെ വ്യത്യാസം വേറെ ഒന്നുമല്ല. ഈ പറയുന്ന 5 ലക്ഷം രൂപ വേണം രണ്ടാമത് ഹജ്ജിന്. നമ്മൾ ഫർള ഹജ്ജ് കഴിഞ്ഞവനാണ് ഒരാൾ. അയാൾ വീണ്ടും ഹജ്ജിന് പോകണം. ഈ കൊല്ലം പോകുന്നുണ്ട്. അയാൾ പിന്നെ അടുത്ത കൊല്ലം പിന്നെയും പോകുന്നുണ്ട്. പിന്നത്തെ കൊല്ലം പിന്നെ സൗകര്യം കേട്ട് പ്രൈവറ്റ് ഗ്രൂപ്പ് ഏതാ ഒഴിവുള്ളതെന്ന് നോക്കി അതിനകത്ത് പോകുന്നുണ്ട്. ഈ ചങ്ങാതിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ എന്തോരം പെമ്പിള്ളേരെ കെട്ടിക്കാനുണ്ട്, എന്തോരം പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വീട് പണിത് കൊടുക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ട്, സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന എന്തെല്ലാം മേഖലകൾ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ ഈ പൈസ ചിലവാക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന ചില നല്ല മനസ്സുകളാണ്, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എന്തിനാണിപ്പോൾ ഇത്രയും ആവർത്തിച്ച് ചെയ്യുന്നത്? ഒറ്റ വാക്കിൽ പോകുന്നൊരു പൊക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എതിർക്കണ്ട. ഇനി അവൻ പോകാതിരുന്നാൽ ഒരു ചോദ്യം, ആ പൈസ എന്തെങ്കിലും കാര്യത്തിൽ ചെലവഴിച്ച ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? പോകണ്ടെന്ന് പറയാൻ പോവില്ല. ആ കാശ് അവൻ്റേതായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ, വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല. ഇനി അതും വീട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുന്നു, യാ അയ്യുഹന്നാസ്, നമ്മോട് പറയുകയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിമും ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നു കേട്ടോ. ജനങ്ങളോട് പറയാ, സഹാബത്തിനോട് പറയാ, ഖദ് ഫറളല്ലാഹു ലക്കുമുൽ ഹജ്ജ, ഹജ്ജിനെ അല്ലാഹു തആല നിങ്ങൾക്ക് ഫർളാക്കി. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബായ നബിയേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് ഫർളാക്കിയിട്ടുണ്ടോ? എല്ലാ വർഷവും ഞങ്ങൾ പോകണോ? ചോദ്യമാണ്. നബിതങ്ങൾ ഫസക്കത്ത, മിണ്ടിയില്ല. സക്കത്ത മിണ്ടിയില്ല, ആൻസർ കൊടുത്തില്ല എന്ന്, മറുപടി പറഞ്ഞില്ല എന്ന്. അദ്ദേഹം ചോദിച്ചു, എല്ലാ കൊല്ലവും ഞങ്ങൾ പോകണോ? നബിതങ്ങൾ ഒന്നും മിണ്ടിയില്ല. ഹത്താ ഖാലഹാ സലാസൻ, രണ്ടാമതും ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഞങ്ങൾ പോകണോ? മിണ്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യവും ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഞങ്ങൾ പോകണോ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ശേഷം, വഖാല ലൗ ഖുൽതു നഅം, ഞാൻ പോകണം എന്നാണ് മറുപടി പറയുന്നത് എങ്കിൽ ലവജബ, അത് നിർബന്ധമാകുമായിരുന്നു. പക്ഷേ വലമസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥ വന്നു പോകും. ഞാൻ പോകണം എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ നാവ് കൊണ്ട്, പക്ഷേ എനിക്കുണ്ട് മനസ്സിൽ, പറ്റുമെങ്കിൽ പൊക്കോളാൻ, പറ്റുമെങ്കിൽ നിങ്ങൾ പോകണം എന്ന കൽപ്പന ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ടി വരും. അത് നിങ്ങൾക്കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ കൂടുതൽ ചെയ്യുന്നതിന് പ്രചോദനമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി വീണ്ടും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആരായിരുന്നു ആയിഷ ബീവി? നബി തങ്ങളുടെ ഭാര്യയായിരുന്നല്ലോ, അല്ലേ? നബി തങ്ങളുടെ ഭാര്യയായിരുന്നു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഞാൻ ഹദീസ് തന്നെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഈ ചില ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ആളുകൾ, അവൻ ദേ പിന്നെ അജ്ജനുമാണ്, അവൻ പിന്നെ അവനിക്കൊക്കെ വേറെ പണിയൊന്നുമില്ല ചങ്ങാതിക്ക്, എന്തെല്ലാം കാര്യങ്ങളിവിടെ ചെയ്യാം എന്നൊക്കെ ചായക്കടകളിലുള്ള സംസാരങ്ങളും അല്ലാതെയും കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അതെന്താ, ഇവിടെ നല്ല കാര്യങ്ങൾ, പെൺപിള്ളേരെ കെട്ടിക്കാനുണ്ട്, വീട് പണിയാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ഇതേ ആശയം, ഇതേ ചോദ്യം ആർക്കുണ്ടായി? മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാക്കുണ്ടായി.
പല പ്രാവശ്യം ഹജ്ജിന് പോകുന്നതിനെ പറ്റി. എന്നിട്ട് സഅലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദി അവർകൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്ത്? അൻ റജുലിൻ ഹജ്ജ, ഒരു മനുഷ്യനെ പറ്റി, ഒരു ഹജ്ജ് ചെയ്തു അയാളെ പറ്റി ചോദിച്ചു. ഫഅക്തറ, ഒന്നിൽ കൂടുതൽ ഹജ്ജ് ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചു. ഒരാൾ ഹജ്ജ് ചെയ്തു, പിന്നെ ഫഅക്തറ, വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യുക എന്നത് നബിയെ, ഇത് വല്ല കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടിയും വീട് പണിയാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൂടെയോ? അല്ലെങ്കിൽ ഔ ഇത്തിക്കിൻ, അല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൂടെയോ? അമലുകളിൽപ്പെട്ട ഏറ്റവും അഫ്ളലായ സദക്കയാണെന്ത്? അടിമകളെ മോചിപ്പിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നു, അല്ലേ? ശർഈയായ അടിസ്ഥാനത്തിൽ, ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കിട്ടുന്ന കാര്യമാണ് ഇത്ഖു റഖബ. അടിമകളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ഈ രണ്ടാമത് പോകുന്ന അല്ലെങ്കിൽ മൂന്നാമത് പോകുന്ന പൈസ കൊണ്ട് ഈ ഇത്ഖിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് കുടുംബ ബന്ധം ചേർക്കാനോ മറ്റോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൂടെയോ നബിയേ? ചോദിക്കുകയാണ്. അപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നാം ശ്രദ്ധിക്കണം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയുകയാണ്, തവാഫു സബ്ഇൻ ലാ ലഗ്വ ഫീഹി യഫ്ളുലു ഇത്ഖു റഖബത്തിൻ. അപാകതകളില്ലാത്ത, വീഴ്ചകളില്ലാത്ത, തെറ്റുകളില്ലാത്ത നിലയിൽ ഒരു മനുഷ്യൻ 7 തവാഫ് ചെയ്യുക എന്നത്, അതെ 7 ചുറ്റൽ, ഒരു തവാഫ്, ആ തവാഫ് ചെയ്യുക എന്നത് യഫ്ളുലു ഇത്ഖു റഖബത്തിൻ, അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരെ? ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ എത്ര തവാഫ് ചെയ്യും? നിങ്ങൾ കൂട്ടിക്കോ. എത്ര ഉംറ ചെയ്യും? എത്രയോ തവാഫ് ചെയ്യും. അപ്പോൾ ഒരു തവാഫ് ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇത്ഖു റഖബത്ത്, അടിമയെ മോചിപ്പിക്കുക എന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ ഒരു ഹാജിക്ക് കിട്ടുന്ന ആനുകൂല്യം എത്ര എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. ആളുകൾ പറയുന്നതല്ല, ഇത് ശർഈൻ്റെ വിധിയാണ്. ആയതുകൊണ്ട് പോകണം എന്നല്ല ഈ പറയുന്നത്, പോകുന്നുവെങ്കിൽ പോകുന്നവർ പോകട്ടെ, അവരെ നിരുത്സാഹപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അത് നമുക്ക് കുറ്റകരമായ ഒരു കാര്യത്തിലേക്ക് ചെന്ന് വീഴും. കാരണം അവൻ ആ അമൽ ചെയ്യുക എന്നത് വലിയ പുണ്യകരമായ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന അബ്ദൻ സഹ്ഹത്ത് ലഹു ജിസ്മുഹു, ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, വസിഅത്ത് അലൈഹി ഫിൽ മഈഷ, ജീവിത മാർഗങ്ങളുമുണ്ട്, എന്നുള്ള സമ്പത്തുണ്ട്, ഒരു കുഴപ്പവുമില്ല. തംലി അലൈഹി 5 അഅ്വാം, അങ്ങനെ ഹജ്ജ് ചെയ്തിട്ട് 5 കൊല്ലം പിന്നിട്ടു. അങ്ങനത്തെ മനുഷ്യൻ 5 കൊല്ലം പിന്നിട്ടു. എന്നിട്ട് ലാ യുഫിദ് ഇലയ്യ, എന്നിട്ടവൻ എൻ്റെ അടുക്കലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഹറമിലേക്ക് വന്നില്ല എങ്കിൽ ല മഹ്റൂം, അവൻ സൗഭാഗ്യം തടയപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കിക്കോ. ഇപ്പോൾ മുമ്പ് സൗദി ഗവൺമെൻറ് തീരുമാനമുണ്ടായി 5 കൊല്ലത്തിനിടക്ക് പോകാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി ജീവിതത്തിൽ ഒന്നാക്കി മാറ്റി. നമ്മളൊക്കെ കാലം വന്നപ്പോൾ അങ്ങനെയാക്കി. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ഉള്ള സമയത്ത് 5ഉം അതിനൊക്കെ പോകാറുന്നു. ഇപ്പം എന്തായി മാറി? 5ഉം അല്ല, ഇപ്പോൾ അല്ല, ജീവിതത്തിൽ ആകെ ഒറ്റ പ്രാവശ്യം പോകുന്ന അവസ്ഥയിലേക്കായി മാറി ഹജ്ജ് കമ്മിറ്റി, അല്ലേ? ഹജ്ജ് കമ്മിറ്റിയിൽ അത്രയല്ലേ പോകുള്ളൂ. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോകാൻ പറ്റുള്ള അവസ്ഥയിൽ. കാരണം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു, ആളുകൾ ഇങ്ങനെ പോകുന്നു. അതുതന്നെ ഇപ്പം എല്ലാവർക്കും സൗകര്യം കിട്ടണ്ടേ? ഒരു കൂട്ടക്കാർക്ക് മാത്രം ഹജ്ജ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ പറയണ എങ്ങനെയാണ്? അവർക്ക് മാത്രമായി അവൻ മാറിക്കൊടുത്താലല്ലേ മറ്റുള്ളവർക്ക് ഒന്ന് കയറാൻ പറ്റുള്ളൂ. കയറണം, കയറിക്കോട്ടെ, എത്ര പേര് കയറിയാലും തൗഫീക്ക് കിട്ടിയവനിക്കേ പോവുള്ളൂ. അതല്ലേ നിങ്ങളോട് വന്നിരിക്കുന്നത്, പഠിത്തവരെ തൗഫീക്ക് കിട്ടിയവർ. അല്ലാഹു തആല നമ്മളെല്ലാം ആ മുവഫ്ഫിഖീങ്ങളോടൊപ്പം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വീണ്ടും ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹ് പറയുന്നു, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംനാ. ഖുർആൻ പറയാ, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംനാ, വിശുദ്ധമായ കഅബയെ നാം ആക്കി മസാബത്തൻ ലിന്നാസി, ജനങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഇടമാക്കി മാറ്റി. വഅംന, നിർഭയത്വത്തിൻ്റെയും ഇടമാക്കി മാറ്റി എന്ന്. മസാബത്തിൽ നിന്ന് പോയി മടങ്ങുക, പല പ്രാവശ്യം പോയി മടങ്ങുക. ഒരു പ്രാവശ്യം പോയി മടങ്ങുന്നതിന് മസാബത്ത് പറയില്ല. പിന്നെ പല പ്രാവശ്യം പോയി മടങ്ങുക.
പല പ്രാവശ്യം പോയി മടങ്ങുക, അതിനുള്ള ഇടമാക്കി ഞാൻ കഅബയെ മാറ്റിയിരിക്കുന്നു എന്നും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറയുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടത് ആ പുണ്യമായ ഭൂമിയിൽ സാധിക്കുന്നവർ അവരവരാൾ കഴിയുന്ന നിലയിൽ എത്രയും ആവർത്തി പോകാൻ സാധിക്കുമോ അവർ പോകട്ടെ. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ഒരാവർത്തിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ സൗകര്യം കിട്ടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി നാം കാണുകയും അതിനുള്ള തിരഞ്ഞെടുത്ത ഒരു വലിയ ഒരു സമൂഹമായി നമ്മെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു എന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം വെറും സാധാരണക്കാരല്ല. ആരുടെ മുമ്പിൽ? അള്ളാഹിൻ്റെ മുമ്പിൽ. നിങ്ങളാണ് ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അതിഥികൾ, അള്ളാഹുവിൻ്റെ വിരുന്നുകാർ. ആ വിരുന്നുകാരായ നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്ക് ഇനി തുടർന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു അതിഥിയായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിനോടും ആ സ്ഥലത്തിൻ്റെ ഉടമയോടും അവിടെയുള്ളവരോടും അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും മാന്യമായ നിലയിൽ ചെയ്തില്ല എങ്കിൽ അതിൻ്റെ കുരുത്തക്കേടും വാങ്ങി തിരിച്ചു വരേണ്ടി വരുമല്ലോ. അപ്പം അത് മാന്യമാകണം, നല്ല നിലയിലാകണം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിനുള്ള സാഹചര്യമാണ്, അതിൻ്റെ ക്ലാസ്സാണ്, അതിൻ്റെ പഠനവേദിയാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല അത് കേൾക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ എന്ത് ചെയ്തു? അന്ന് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, അരിനാ മനാസിക്കന, പഠിച്ചവനെ ഈ ഹറം കഅബയൊക്കെ ഞാൻ ഉണ്ടാക്കി പുനരുദ്ധാരണമൊക്കെ ചെയ്ത് ഇനി ഇവിടെ ചെയ്യുന്ന അമലുകളൊക്കെ എങ്ങനെയാണ് പഠിച്ചവനെ ഞാൻ ചെയ്യുന്നത്? അരിനാ മനാസിക്കന, ഇവിടുത്തെ മനസ്സക്ക് ഇവിടെ അമലുകൾ ഇബാദത്തുകൾ ഒന്ന് കാണിച്ചതാ പഠിച്ചവനെ എന്ന് അന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിരുന്നു. അതിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലം ആരിലൂടെ? മഹാനായ സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. എന്ത്? ഖുദു അന്നി മനാസിക്കക്കും, എങ്ങനെയാണ് ഈ ഹറമിൽ വന്ന് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപഠിച്ചോ. ഖുദു അന്നി മനാസിക്കക്കും, എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ എന്ന ആ ദുആഇൻ്റെ ഫലം അല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ നബി തങ്ങൾ ചെയ്ത രീതികൾ എങ്ങനെയെന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓരോ വിഷയത്തിൽ ഹജ്ജ് അല്ലെങ്കിൽ നോമ്പ്, നമസ്കാരം, മറ്റ് ഏത് അമലുകൾ എടുത്താലും അതിന് നിശ്ചയിക്കപ്പെട്ട ഹദീസുകളുണ്ട്, ഒരു എണ്ണി തിട്ടപ്പെടുത്താം. പക്ഷേ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിക്കുമ്പോൾ 2000 ചില്ലാന ഹദീസുകൾ കാണാം. വല്ലാത്ത അത്ഭുതമാണ്. 2000 ചില്ലാന ഹദീസുകൾ കാണാം. അത്ര വിശാലമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടതുപോലെ അമൽ ചെയ്യാനും പടച്ചോ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റ ദിവസം പോലും കളയാതെ നഷ്ടപ്പെടുത്താതെ 9 ദിവസമാണ് വിചാരിച്ചിരിക്കുന്നത്. ആ 9 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പൂർണ്ണമായ നിലയിൽ നിങ്ങൾക്ക് മനസമാധാനത്തോടുകൂടെ തിരിച്ചു പോകുന്ന, അമൽ ചെയ്യാൻ പോകുന്ന ഒരു അമീർ പോലും കൂടെ വേണ്ട. നിങ്ങളുടെ അമീർ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. വേണ്ട, അമീർ നമുക്ക് വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയി അമലുകൾക്ക് തിരിച്ച് സ്വന്തമായി വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാം. പടച്ചോ നമുക്കെല്ലാവർക്കും ഉള്ള ബുദ്ധിയും ശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കുമാറാകട്ടെ.